എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുട്ടികൾ കാണാതെ എങ്ങനെ സെക്സ് ചെയ്യും എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. പലർക്കുമുള്ള പരാതിയാണ് കുട്ടികളായതിനു ശേഷം സെക്സ് നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഓർമ്മ മാത്രമായി മാറുന്നതും. പ്രത്യേകിച്ച് യങ്ങർ സ്റ്റേജുള്ള കുട്ടികൾ, അതുപോലെ വിവരമെത്തിയ കുട്ടികളുള്ള പാരൻസിനൊക്കെ ഇങ്ങനെ സെക്സ് ബുദ്ധിമുട്ടായി മാറുന്നു. എന്നാൽ ഇത്തരക്കാർ എന്തു ചെയ്യണമെന്നത് നമുക്ക് നോക്കാം. ഏർലി ഏജിലുള്ള കുട്ടികളാണെങ്കിൽ അതിരാവിലെയുള്ള സെക്സാണ് നല്ലത്. അതെ, ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷം ഉള്ള സെക്സിന് ഗുണങ്ങൾ ഏറെയാണ്. അതുപോലെ തന്നെ കൂടുതൽ പ്രൈവസിയും ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങി ഉണർന്ന പാടെ ഉള്ള സെക്സിൽ ഏർപ്പെടുക. രാത്രി പലർക്കും പല കാരണങ്ങൾ കൊണ്ടും സെക്സിൽ ഏർപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ദിവസത്തെ ക്ഷീണവും അല്ലെങ്കിൽ ജോലി തിരക്കും എല്ലാം കാരണം കിടപ്പറയിൽ എത്തുമ്പോഴേക്കും പങ്കാളിയിൽ ഒരാളെങ്കിലും ക്ഷീണിതനായിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങി ഉണർന്നതിന് ശേഷമുള്ള സെക്സ് ആയിരിക്കും ഇത്തരക്കാർക്ക് ഏറ്റവും നല്ലത്. എന്നാൽ ഏജ് കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ കൂടുതലും നല്ലത് മാറ്റിക്കിടത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കുട്ടികളെ ടീച്ച് ചെയ്യുകയും ചെയ്യുക, അഥവാ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോഴുള്ള മാനേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക. ഡോറ് ഓപ്പൺ ചെയ്തിട്ടാണെങ്കിലും കുട്ടികൾ റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും വരുന്നതിനുള്ള മുന്നറിയിപ്പ് നൽകുവാൻ ശ്രമിക്കുക. അഥവാ കതക് തട്ടിയെങ്കിലും താൻ വരുന്നുണ്ട് എന്ന സിഗ്നൽ പാരൻസിന് പാസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ വല്ലപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമസി കുട്ടികൾ കാണാൻ ഇടവരികയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും പൂർണ്ണമായും ഹൈഡ് ചെയ്യാതിരിക്കുക. ചെറിയ രൂപേണ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് ഭാഗം മാത്രം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നാൽ പൂർണ്ണമായും ഹൈഡ് ചെയ്യുന്ന പേരൻസ് ഉണ്ട്. ഇങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് അറിയാനുള്ള ത്രാണി കൂടുകയും കുട്ടികൾ മറ്റു പല തെറ്റിദ്ധാരണകളിൽ ചെന്ന് പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സെക്സ് എഡ്യൂക്കേഷൻ വീട്ടിൽ നിന്ന് തന്നെ ചെറിയ രീതിയിൽ കൊടുത്തു തുടങ്ങാം. അതിനാൽ ഇത്തരം പാരൻസ് പ്രൈവസി കൂടുതലായും കീപ്പ് ചെയ്യുക. ഏജ് കൂടുന്തോറും കുട്ടികളെ മാറ്റിക്കിടത്താൻ ശീലിക്കുക. ബെഡ്റൂമിൽ വരുന്നതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകുക. കതക് തട്ടിയെങ്കിലും താൻ വരുന്നുണ്ട് എന്നതിനുള്ള മുന്നറിയിപ്പ് നൽകുവാൻ പഠിപ്പിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഫ്രീഡം ലഭിക്കുന്നു. അതോടൊപ്പം പ്രൈവസി കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള സെക്സിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല.